ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ച് വരുവാൻ കർത്താവ് ഒരു അവസരം കൂടി ഒരുക്കി തന്നല്ലോ. ഇന്ന് ഒടുവിലത്തെ സെഷൻ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പേ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവഹിതമാണെങ്കിൽ ജാനുവരി 2026 ക്ലാസിൻ്റെ ഡേറ്റ് ജാനുവരി 20 21 ചൊവ്വയും ബുധനും. അത് ഞങ്ങൾ ഇപ്പോഴെ തന്നെ നിങ്ങളെ ആ ഡേറ്റ് അറിയിക്കുന്നത് കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന കർത്താവെ വേഗം വരണമേ. സോ മുമ്പേ തന്നെ ആ ഡേറ്റ് അറിയിക്കുന്നത് കാരണം നമ്മൾ അതിനായി ഇപ്പം തന്നെ പ്രാർത്ഥിക്കുക, അതിനായി ഒരുങ്ങുക. അത് തൃശ്ശൂരിൻ്റെ ഡേറ്റ്സാണ്. 22 23 കർത്താവിൻ്റെ ദാസന്മാരുടെ ക്ലാസ്സസ് ആയിരിക്കും. സോ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് പോകുന്നതായിരിക്കും. അടുത്ത പ്രോഗ്രാംസ് 28 ചൊവ്വാഴ്ച രാത്രി പൂനെയിൽ ക്ലാസ് ഉണ്ട്. പിന്നെ ബോംബെ എത്തിയിട്ട് ബോംബെയിൽ 2 ദിവസം ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുജറാത്തിൽ വാപ്പി പറഞ്ഞ മലപ്രദേശമാണ്. അവിടെ ഫോണിൻ്റെ സിഗ്നലുമില്ല. ഞായറാഴ്ച സമയം ഞാനിപ്പം കുറച്ച് നിങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വെളിയിലിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ ഓൺലൈൻ ആരാധന നടക്കുക. അതിൽ വിശ്വാസികൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇരുന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. സോ ആ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഞായറാഴ്ച നിങ്ങളിവിടെ ഇരിക്കുന്നു, ഫാനുണ്ട്, ലൈറ്റുണ്ട്. ഈ വാപ്പി പറഞ്ഞ പ്രദേശത്തിൽ പോകുമ്പോൾ അവിടെ വിശ്വാസികൾ മരത്തിൻ്റെ പുറത്തായിരിക്കുന്നത്. വിശ്വസിക്കാൻ കഴിയും. മരത്തെ കയറി അവിടെ ഇരുന്ന് ആരാധന കേൾക്കുക. കാരണം അവർക്ക് അവിടെ ആരാധിക്കുവാൻ അവിടെ പാസ്റ്റേഴ്സ് ഇല്ല. കർത്താവിൻ്റെ ദാസൻ ബോംബെ നോക്കി പോകുന്നുണ്ട്. സോ ആ പ്രദേശത്തിൽ 2 ദിവസത്തെ ക്ലാസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അഹമ്മദാബാദ് ഗുജറാത്തിൽ 2 ദിവസത്തെ ക്ലാസ്. സോ ഇനിയിപ്പം അടുത്ത വർഷം ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പേ ലോകത്തിൽ ഒത്തിരി സ്ഥലങ്ങൾ, ഇന്ത്യയിൽ തന്നെ 80 കൂടുതൽ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ വണ്ടി ഓടിച്ച് പോകണം. ആൾക്കാർ വചനത്തിന് ഒത്തിരി ദാഹം കാണിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൃപയാ ഇത്രയും വർഷങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിച്ചത്. സോ ഞങ്ങളെ പ്രാർത്ഥനയെ ഓർക്കുക. കാരണം ഇവിടെ നിന്ന് തിരിച്ച് ഭോപ്പാലിൽ ഫെബ്രുവരി 8 എത്തിയാൽ ഫെബ്രുവരി 26 തന്നെ ഞങ്ങൾ കാനഡയ്ക്ക് പോകും. പിന്നെ കാനഡ, അമേരിക്ക, അത് കഴിഞ്ഞിട്ട് മടങ്ങി വന്ന് ഇന്ത്യയിൽ, പിന്നെ ഈ വർഷം ആഫ്രിക്ക ഉണ്ട്, നൈജീരിയ, അത് കഴിഞ്ഞിട്ട് ഒമാൻ, UK, പിന്നെ ഫിലിപ്പീൻസ്, ചൈന, ഈ രാജ്യങ്ങളിലെല്ലാം പോകണം. കാരണം ആൾക്കാർ വചനത്തിന് വേണ്ടി കുതിക്കുന്നു. സോ ഞാനിതെല്ലാം പറയുന്നത് ഞങ്ങളെ കൊണ്ടൊക്കാവുന്നത് ഞങ്ങൾ ചെയ്യുക. വിശ്രമമില്ലാതെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല കാര്യം. പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വലിയ കടപ്പാടുണ്ട്. ഞാൻ ഭോപ്പാലിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് നേരെ വന്നിരുന്ന് കുറച്ച് വചനം പറിച്ച് തിരിച്ച് ഭോപ്പാലിലേക്കല്ല പോകുന്നത്. നിങ്ങൾ ഈ വചനം കേൾക്കുന്നു, പഠിക്കുന്നു, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് യൂട്യൂബിലും കയറ്റും. വരുന്ന ദിവസങ്ങളിൽ അത് യൂട്യൂബിലും കയറ്റും. പ്ലസ് മലയാളം ഞായറാഴ്ച വൈകുന്നേരം മലയാളം ആരാധനയുമുണ്ട് ഓൺലൈൻ. അതിൽ നമ്മൾ യശയ്യാ പ്രവചനവും പഠിക്കുക. ഇത്രയും വചനം ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് ഞാൻ മറ്റവരോട് പങ്കിട്ടില്ലെങ്കിൽ, ചെവിയുള്ളോ നല്ലോൽ കേട്ടോണം, മറ്റവരോട് പങ്കിട്ടില്ലെങ്കിൽ ദൈവം അവരുടെ രക്തം നമ്മൾ ഓരോരുത്തരോട് ചോദിക്കും. നാളെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി കയറി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടേറെ പ്രാർത്ഥനയേ ഉള്ളൂ. പിതാവേ, ഈ വർഷം വരുവാൻ നീ സഹായിച്ചു. നിന്റെ ഹിതമാണെങ്കിൽ മാത്രമേ ഞങ്ങളെ ഇങ്ങോട്ട് കേരളത്തിൽ മടക്കി കൊണ്ടുവരണം. അത് ഞങ്ങൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നിന്റെ ഹിതമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞങ്ങളെ മടക്കി കൊണ്ടുവരല്ലേ. ഇന്ന് ഒത്തിരി സ്ഥലങ്ങൾ ആൾക്കാർ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ പോയപ്പം അവിടെ ഗ്രാമങ്ങളിൽ വിശ്വാസികളുണ്ട്, ഉയർന്ന ജാതി വിശ്വാസികളാണ്. ഒത്തിരി പീഡനയുടെ മധ്യത്തു നിന്ന് കടന്നു പോകുന്നവരാണ്. ഞങ്ങൾക്ക് അവരുടെ വീട്ടിൽ പോകാനൊക്കത്തില്ല. ഞങ്ങൾ ഹൈവേയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചിന്തിച്ചേ, ഞങ്ങൾ ഈ പാലക്കാട് പോകുന്ന ആ ഹൈവേ, അതിനെക്കാട്ടും ദൂരം മെയിൻ ഹൈവേ,
അവിടെ ഞങ്ങൾ ഹൈവേയിലെ വണ്ടി നിർത്തുമ്പോൾ ഇവിടുന്ന് വിശ്വാസികൾ റോഡിൽ വന്ന് നിൽക്കുക. ക്ലാസ് ഇല്ല, മീറ്റിങ്സ് ഇല്ല, അവർക്ക് ഓൺലൈനിൽ ആരാധന മാത്രമേ ഉള്ളൂ. അവർ ഹൈവേ വന്ന് നിൽക്കുന്നു, ആരും അറിയാത്ത സ്ഥലങ്ങളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 5-10 മിനിറ്റ് മാത്രം അവർ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോവുക. അടുത്ത് വേറെ ആൾക്കാർ നിൽക്കുക. അങ്ങനെയായിരുന്നു ജമ്മുന്ന് പൂഞ്ച് വരെ പോയ വഴിയിൽ ഉയർന്ന ജാതി ആൾക്കാർ. കൂട്ടായ്മയ്ക്ക് ആരുമില്ല. ചിലരൊക്കെ ഒരു ദിവസം മലയിൽ നിന്ന് നടന്നു വന്നു ഹൈവേ നിൽക്കാൻ. മുസ്ലിംസ്, ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിം ജാതികളിൽ നിന്ന്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് ഇത്രയും അവസരം തന്നല്ലോ. 2 ദിവസം ഇരുന്ന് വചനം ധ്യാനിച്ചു, ഉച്ചയ്ക്ക് കഞ്ഞിയും കുടിച്ചു, വചനം പഠിക്കാൻ അവസരം തന്നു. ഈ വചനം ഞാൻ എനിക്ക് വേണ്ടി മാത്രം വെക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പേ എന്തോ കൊടുക്കേണ്ടി വരും? വലിയ കണക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളിതെല്ലാം പഠിച്ചിട്ടല്ല, ഞങ്ങൾ പഠിക്കുന്നു, അതിൻ്റെ കൂടെ നിങ്ങളോടും ഈ വചനം പങ്കിടുക. ഞങ്ങൾക്ക് കൂടുതൽ പഠിത്തമില്ല. ഞങ്ങൾ 12 പാസ്സാണ്. ഞങ്ങൾ ബൈബിൾ കോളേജിലും പോയിട്ടില്ല. എൻ്റെ പിതാവ് പഠിപ്പിച്ച വിഷയം തന്നെയല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ പഠിക്കുന്നു, നിങ്ങളോട് പങ്കിടുന്നു. നിങ്ങൾ ഈ വചനം കേട്ടിട്ട് എന്തു ചെയ്യണം? ഓരോരുത്തർ ഇറങ്ങി അധ്വാനിക്കണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് പുതിയ ആത്മാക്കളെ നമുക്ക് എന്തു തരുന്നേ. ഇനി എത്ര രാജ്യങ്ങളിൽ പോകേണ്ടതാ? ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒത്തിരി കൃപയാൽ 17 രാജ്യങ്ങളിൽ ഇന്ന് വേല വളർന്നുണ്ട്. 17 രാജ്യങ്ങൾ. ഇന്ത്യയിലാണെങ്കിൽ 26 സ്റ്റേറ്റുകളിൽ വർക്കുണ്ട്. ഇപ്പം ഞാൻ ഈ കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങൾ മലയാളികൾ, നമ്മുടെ പോലെ തന്നെ 24 ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്കാണ് കർത്താവ് വാതിൽ തുറന്നത്. 24 ഭാഷ സംസാരിക്കുന്നവർ. ഇവിടെ നമ്മളെല്ലാവരും മലയാളം സംസാരിക്കുന്നവർ മാത്രമാണ്. ഇതുപോലെ തന്നെ വേറെ എത്ര ഭാഷകളുണ്ട്? 23 ഉണ്ട്. അത് കൂടാതെ സംസാരിക്കാൻ കഴിയാത്തത്, കേൾക്കാത്തവരും ഉണ്ട്. അവരുടെ ഇടയ്ക്കും ദൈവം വാതിൽ തുറന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഭുവനേശ്വറിൽ പോയപ്പോൾ യോഗത്തിൽ 3 ചെറുപ്പക്കാർ ഇരിക്കുക, നല്ല യോഗ്യനായ ചെറുപ്പക്കാർ. അവർ ക്ലാസ്സിൽ എന്നെ ശ്രദ്ധിച്ച് നോക്കുക. ഞാനും ആദ്യമേ ചിന്തിച്ച്, ഇവരെന്തിനാ എന്നെ ഇത്രയും ശ്രദ്ധിച്ച് നോക്കുന്നേ? പിന്നെയാ പിടി കിട്ടിയത്. ഇവർ ഇങ്ങോട്ട് നോക്കുക. അവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല, അവർക്ക് പറയാനും കഴിയുന്നില്ല. ക്ലാസ്സിൽ വന്നിരിക്കുക. അത് മനസ്സിലായപ്പം പിന്നെ എമിയും വേറെ ഒരു സഹോദരനും അടുത്തിരുന്ന് ഞാൻ പറയുന്നത് ഇവർ എഴുതി. അവർ ആ നോട്ട്ബുക്ക് നോക്കി തല ആട്ടുക. അവരും മണവാട്ടി സഭയുടെ ഒരു അംഗമാണ്, ഇല്ലേ? അങ്ങനെയാകുമ്പോൾ എൻ്റെ മുമ്പേ, നമ്മൾ ഓരോരുത്തരുടെ മുമ്പേ ദൈവം എത്ര ജനത്തെ കൊണ്ടുവരുന്നുണ്ട്. ചെറുപ്പക്കാരോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തിൻ്റെ വേലയാണ്. അതിനെക്കാട്ട് ഉയർന്ന വേറെ ഭാഗ്യം ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന എന്തോ ഓർത്തോണ്ടാ? കുറച്ച് പൈസ കിട്ടണം, അത്രയേ ഉള്ളൂ. ഞങ്ങളും കർത്താവിൻ്റെ വേലയല്ലേ. എത്ര പാസ്റ്റർമാരും എത്ര സഭകളും, വണ്ടിക്ക് എത്ര ഡീസൽ വേണം, ഇത്രയും യാത്ര ചെയ്യുന്നു. ആരോടും ഞങ്ങളുടെ ആവശ്യം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടില്ല. എന്നാലും ദൈവം വിശ്വസ്തനായി ഈ നിമിഷം വരെ ഞങ്ങളുടെ ആവശ്യം മാത്രമല്ല, മറ്റോർക്കും കൊടുക്കാനുള്ളതും ദൈവം ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ കാനഡ, അമേരിക്ക പോകുമ്പോൾ ഒരു എയർ ടിക്കറ്റ് തന്നെ 3 ലക്ഷമാണ് പോയി വരുന്നത്. ഞങ്ങൾ 2 പേരും ഫിലിപ്പീൻസിൽ പോയത് വന്നത്. ഞങ്ങൾ ആരോടും പറയുന്നില്ല. പക്ഷെ കർത്താവ് തക്ക സമയത്ത് ഞങ്ങളെ നടത്തുന്നു. സോ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവവിളി ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുക. വിളിയില്ലെങ്കിൽ ഇറങ്ങിയാൽ പിന്നെ ആകെ പ്രശ്നമാണ്. സോ നമ്മളെ തന്നെ, കർത്താവിൻ്റെ വരവ് അടുത്തു, ഇനി കൂടുതൽ സമയം നമ്മുടെ മുമ്പേ ഇല്ല. സോ ഈ ക്ലാസ് കഴിഞ്ഞിട്ട്
കർത്താവ് ഈ പ്രാവശ്യം കർത്താവ് നമ്മളെ എല്ലാവരെയും ഇങ്ങനെ ഒന്നിച്ചു വരുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ കൃപയാണ്. അന്തരീക്ഷം നോർത്ത് ഇന്ത്യയിൽ വഷളായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു പാസ്റ്ററും ഭാര്യയെ ശിക്ഷ വിധിച്ചത്, 5 വർഷത്തെ. ആ വ്യക്തി ജോസ് പാപ്പച്ചൻ, ഞങ്ങൾ നല്ലപോലെ അറിയുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ആസാമിൽ പോയപ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങിന് വന്നത് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹം കാണിച്ച വ്യക്തിയാണ് ജോസ് പാപ്പച്ചൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് അംബേദ്കർ നഗർ സെൻട്രൽ ജയിലിൽ 5 വർഷത്തിൻ്റെ ശിക്ഷാവിധി അവർക്ക് കൊടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ ശിക്ഷാവിധിയാണ്. ഇതുവരെ ഇന്ത്യയിൽ അറസ്റ്റൊക്കെ നടന്നിട്ടുണ്ട്, ജാമ്യം കിട്ടിയിട്ടുണ്ട്, ആരെ വിധിച്ചിട്ടില്ല. സോ പുതിയ നിയമം വന്നുകൊണ്ട് ആദ്യത്തെ ശിക്ഷാവിധിയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും നമ്മൾ അറിയുന്നില്ല. ഭാരപ്പെടണ്ട, കാരണം നമ്മൾ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ പ്രതികൂലം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഉറച്ചു നിൽപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ എന്തോ ചെയ്യണം? ബലപ്പെടുത്തണം. സോ അതിന് നമുക്ക് പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ, കർത്താവേ, എത്ര പേർക്ക് ഈ സത്യം വെളിപ്പെട്ടിട്ടില്ല? ഇപ്പം നമ്മുടെ ഇടയ്ക്ക് വന്നിരിക്കുന്ന 2 ബ്രദേഴ്സ്, ബ്രദർ കോൺറാഡും ബ്രദർ ജോണത്തനും, നിങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് എത്ര ദൂരെയാ, ഗ്ലോബ് നോക്കിയാൽ മേളിലിരിക്കുന്നവരാണ് ഇവർ. അവിടെ ജൂൺ മാസം ഇരുട്ട് 2 മണിക്കൂറേ ഉള്ളൂ. അവിടെ നിന്ന് ദൈവം, അത്ര തണുപ്പ് പ്രദേശത്ത് നിന്ന് ദൈവം അവരെ നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്നു. സോ കർത്താവ് ഞങ്ങൾക്ക് അവിടെയും പോകാൻ സഹായിക്കുന്നു. സോ തോമസ് കേരളത്തിൽ വന്നു. ഈ കേരളത്തിൽ നിന്ന് എത്ര മിഷണറിമാരാണ് ഇന്ത്യയിൽ ഓരോ സമയത്ത് പോയത്? എത്ര പേർ പോയ ഒരു കാലമുണ്ടായിരുന്നു. ഇന്ത്യക്ക് സ്വാധീനം കിട്ടുന്നതിന് മുമ്പേ തന്നെ ഇവിടുന്ന് ചെറുപ്പക്കാർ എന്തോ ചെയ്തു? വേലയ്ക്ക് വേണ്ടി ഇവിടുന്ന് ഇറങ്ങി. പക്ഷെ ഇന്നിപ്പം ചെറുപ്പക്കാരെല്ലാവർക്കും അമേരിക്ക പോകണം, ഓസ്ട്രേലിയ പോകണം, ന്യൂസിലൻഡ് പോകണം. സോ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, നമ്മുടെ വിളി, നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ദൈവഹിതത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. സോ ഇത് കഴിഞ്ഞിട്ട്, യോഗം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സ്നാന ശുശ്രൂഷയുണ്ട്. വേറെ ആരെങ്കിലും സ്നാനത്തിന് വേണ്ടി ആഗ്രഹമുണ്ട്, തീരുമാനിച്ചിട്ടില്ലെങ്കിൽ സമയമുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ തീരുമാനം എടുക്കാം. അടുത്തത്, നമ്മളിൽ ചിലർക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇതുവരെ പ്രാപിച്ചിട്ടില്ല. കുറച്ച് വചനം പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുന്നതായിരിക്കും. കർത്താവെ, എനിക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവം വേണം. യാചിച്ചാൽ ഇന്ന് ഈ യോഗം അവസാനിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ആത്മാവ് പൂർണ്ണ നിയന്ത്രണം എടുക്കും. വചനം കേൾക്കുമ്പോൾ തന്നെ, പ്രാർത്ഥിക്കുമ്പോൾ അല്ല, ദാഹത്തോടിരുന്നാൽ വചനം കേൾക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചാൽ ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെ അകത്ത് എന്തോ ചെയ്യുന്നുണ്ട്? ഈ നിമിഷം വസിക്കുന്നുണ്ട്. ജ്ഞാനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ഈ നോട്ട്ബുക്കിൽ എത്ര എഴുതിയോ ഒരു പ്രയോജനമില്ല. ഈ വചനം നമ്മളെ എന്തോ ചെയ്യേണ്ടതാ? ബലപ്പെടുത്തേണ്ടതാ. ഞാൻ വചനം കേട്ടു, എഴുതി, അതുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ ഈ വചനത്തെ ഗ്രഹിച്ചോ, സ്വീകരിച്ചോ, എന്നാൽ മാത്രമേ വചനം നമ്മളെ എന്തോ ചെയ്യത്തുള്ളൂ? ബലപ്പെടുത്തത്തുള്ളൂ. കാരണം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നടക്കണമെങ്കിൽ ഈ വചനമായി നമ്മളെ എന്തോ ചെയ്യേണ്ടേ? ബലപ്പെടുത്തേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, പ്രയോജനം എന്താ? സോ നമുക്ക് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ശ്രദ്ധയ്ക്കായി നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ആ വിഷയം തന്നെയാണ് നമ്മൾ അതിൻ്റെ ക്ലോസിംഗിൽ. യെശയ്യാ 2-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചല്ലോ. ഒന്നുകൂടെ വായിക്കാം. 2:8. എഫേസ്യർ 2:8. ക്ഷമിക്കണം, എഫേസ്യർ 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല,
ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. സോ ഇവിടെ നമ്മൾ ആദ്യത്തെ ദിവസം വായിച്ച ആ വാക്യമാണ്, കൃപയാൽ അല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളത് ശ്രദ്ധിച്ചല്ലോ, രക്ഷിക്കപ്പെട്ടതല്ല, രക്ഷപ്പെട്ടതാ. നമ്മുടെ മുമ്പേ ഈ തിരുമേശയുടെ പാനപാത്രവും വീഞ്ഞും അപ്പം നമ്മുടെ മുമ്പേ ഉണ്ട്. ഞാൻ ഈ കാണിക്കാൻ വേണ്ടി വെച്ചതാ. ഇതിൻ്റെ ഗൗരവം കൃപയാൽ, വിശ്വാസം മൂലം നമ്മൾ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് എന്തോ ചെയ്തതാ, രക്ഷപ്പെട്ടതാ. പെട്ടെന്ന് നമുക്ക് വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ 5:21. 2 Corinthians 5:21. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന്, ശ്രദ്ധിക്കണം, നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ഒന്നുകൂടെ വായിച്ചേ. പാപം അറിയാത്തവൻ. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ വേദപുസ്തകവും ഈ കവർ എടുത്ത് കാണിച്ചല്ലോ. സർവശക്തനായ ദൈവം, വിശുദ്ധനായ ദൈവം ഈ മനുഷ്യന്റെ വേഷം ധരിച്ചത് ഇതെന്തുവായി തീർന്നു? പാപമായി തീരുക. ഇതല്ല, വിശുദ്ധനായ ദൈവത്തിന് ഒരിക്കലും പാപം അടുത്തുപോലും വരത്തില്ല. വെളിച്ചമാ. പക്ഷെ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ആ കരുതൽ, നമ്മളിൽ വാണുകൊണ്ടിരുന്ന ആ പാപം, ഏദൻ തോട്ടത്തിൽ മനുഷ്യനിൽ പ്രവേശിച്ച ആ പാപം, ഈ മനുഷ്യൻ ആരായി തീരുക? പാപമായി തീരുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക, നിങ്ങൾ പിന്നെ തന്നെ ഇരുന്ന് ഈ വചനങ്ങൾ ധ്യാനിക്കണം. എന്നെ എത്ര സ്നേഹിക്കുന്നു, പാപമായി തീർന്നിട്ടാ. എന്തിനാ പാപമായി തീർന്നത്? ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടത്. ഞാൻ ദൈവത്തിന്റെ നീതി, എൻ്റെ പകരമായി എന്നെ ദൈവം നീതീകരിച്ചു. ഇനി എൻ്റെ വിരോധം ഒന്നുമില്ലെന്നേ, ഒന്നുമില്ല. ഞങ്ങൾ ഒരു ഉദാഹരണം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹൈദരാബാദിൽ വണ്ടി ഓടിച്ച ഒരു സ്ഥലത്തിൽ പോകുമ്പോൾ ഒരു സഹോദരൻ വണ്ടി ഓടിക്കുക, ട്രാഫിക് കൺജഷൻ ഉള്ളതുകൊണ്ട് റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തു. അവിടെ ക്യാമറയും ഉണ്ട്. ക്രോസ് ചെയ്തപ്പം പുള്ളിക്കാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് ടിക്കറ്റ് കിട്ടും, ചലാനമുണ്ട്, ഞാൻ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്താ. ഞാൻ പറഞ്ഞു ഓക്കെ. കുറച്ച് ദൂരം ചെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് തെലങ്കാന സ്റ്റേറ്റിൻ്റെ പോലീസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അവിടെ ചെന്ന് ആ സൈറ്റിൽ വണ്ടിയുടെ നമ്പർ ഇട്ടു. നമുക്ക് പൂർണ്ണ ഉറപ്പുണ്ട്, തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഒരു ചലാനമുണ്ട്, റെഡ് ലൈറ്റ് ക്രോസ് ചെയ്താ. നമ്പർ ഇട്ട് സെർച്ച് ചെയ്തപ്പം വലിയ ആശ്വാസം. എന്താ? എന്തോ ഇല്ല, ചലാനില്ല, ഒരു ചലാനും വന്നിട്ടില്ല. വലിയ ആശ്വാസം. ഞാൻ പറയുന്നത്, നമ്മളിവിടെ ഇരിക്കുന്നത് ക്ഷമ പ്രാപിച്ചവരായിട്ടല്ല. ദൈവം നമ്മളെ എന്തോ ചെയ്താ? ഇന്നലെ ഞാൻ കാണിച്ചല്ലോ, സത്യവും കരുണയും ഒന്നിച്ച് വന്നു. ദൈവത്തിൻ്റെ നീതിയും സമാധാനം തമ്മിൽ എന്തോ ചെയ്തു? ചുംബിക്കും. അതെങ്ങനെ? പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി എന്തുവായി? പാപമായി തീർന്നു. വായിച്ചേ, റോമർ 10:4, റോമൻസ് 10:4. റോമർ 10:4. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. സോ ന്യായപ്രമാണത്തിന്റെ വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചല്ലോ. ന്യായപ്രമാണം പറയുമ്പോൾ എന്താ? മനസാക്ഷിയിൽ ദൈവം ഇട്ടേക്കുന്ന ആ ന്യായപ്രമാണം, മനുഷ്യൻ ആ ന്യായപ്രമാണത്തെ ലംഘിച്ചപ്പം കിട്ടിയ ശാപവും, പിന്നെ 613 ചട്ടങ്ങൾ, വിധികൾ, കൽപ്പനകൾ ദൈവം കൊടുത്തു. ഇതെല്ലാം മനുഷ്യനോട് എന്തോ പറയുന്നത്? നീ ശപിക്കപ്പെട്ടവൻ. സോ ഇവിടെ വായിച്ചത്, ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം പറയുമ്പോൾ
ആ 613 ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളുടെ അവസാനമാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ വീഴുന്നതിന് മുമ്പേ യാഗങ്ങൾ അർപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. സോ ഇന്ന് നമുക്ക് ക്രിസ്തു യാഗമായി തീർന്നുകൊണ്ട് എനിക്ക് ഒരു യാഗവും അർപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യാഗം അർപ്പിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഞാൻ എത്ര ശ്രദ്ധയോട് വേണം ഞാൻ ജീവിക്കേണ്ടത്. നമുക്ക് വിശ്വാസികൾക്ക് വരുന്ന ഒരു വലിയൊരു വിഷയം, ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നുണ്ട്, ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ എന്തോ ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ അയൽവക്കക്കാരനെ എങ്ങനെ സ്നേഹിക്കണം? എങ്ങനെ? അയൽവക്കക്കാരനായിട്ടല്ല, എൻ്റെ സ്വന്തം സഹോദരന്. നമ്മൾ ദൈവസന്നിധിയിൽ വന്നു, നമ്മളൊരു കാര്യം ഒന്ന് ശോധന ചെയ്തേ. നമ്മൾ ഇരിക്കുന്നവരെല്ലാവർക്കും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? എനിക്ക് എൽദോ പാസ്റ്ററുമായി ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ എനിക്കിവിടെ ഇരിക്കാനൊക്കത്തില്ല, ഇരിക്കാൻ അനുവാദവുമില്ല. ദൈവത്തിൻ്റെ കൃപയാ അനന്യാസും സഫീറായെ കൊന്നവൻ ഇതുവരെ നമ്മളെ തൊട്ടിട്ടില്ല. അനന്യാസ് സഫീറയുടെ മനസ്സിൽ വന്ന എന്താ? ഞങ്ങൾ കുറച്ച് പൈസ മാറ്റിവെക്കുക, അത്രേ ഉള്ളൂ. യോഗം അവസാനിക്കുമ്പോൾ ഫ്യൂണറൽ സർവീസാ, പാസ്റ്റർമാർ കൂടെ പോയുമില്ല. വിശ്വാസികൾ 2 പൊക്കിയെടുത്തോണ്ട് കുഴിയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് തിരിച്ചു വന്നേ, പാസ്റ്റർമാർ പോയില്ല. എനിക്ക് എൽദോ പാസ്റ്ററുമായി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ, ഇല്ലേ, പഴയ നിയമത്തിൻ്റെ ക്രമം എന്താ? വിഷയം ഉണ്ടെങ്കിൽ യാഗത്തെ അവിടെ വെച്ചിട്ട് നീ പോ, നിരപ്പ് പ്രാപിച്ചിട്ട് മാത്രം വന്ന് യാഗം അർപ്പിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ എനിക്ക് എൻ്റെ കൂട്ടു സഹോദരന്മായി എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് തീർത്തിട്ടേ എങ്ങോട്ട് വരാവോ? ആരാധനയ്ക്ക് വരാവോ, അല്ലെങ്കിൽ വരില്ലേന്നേ. കർത്താവിൻ്റെ വരവടുത്തു. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താനല്ല പറയുന്നത്, കർത്താവിൻ്റെ വരവടുത്തു. ന്യായവിധി ദൈവസഭയിൽ ആരംഭിക്കുന്നത്, ജാതികളിലല്ല. എവിടെ? ദൈവസഭയിലാ ന്യായവിധി ആരംഭിക്കുന്നത്. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. എന്നെ ദൈവം നീതീകരിച്ചത് അതിന് സ്വർഗം കൊടുത്ത വിലയാ. ഇനിയും ഞാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കണം. അതുകൂടാതെ കൂട്ടു സഹോദരനെ, അയൽവക്കക്കാരൻ പറയുമ്പോൾ അതിൽ ആരൊക്കെ വരും? അപ്പനും അമ്മയും കൂട്ടു സഹോദരനും സഹോദരിയും എല്ലാവരും അതിൽ ഉൾപ്പെടുമല്ലോ. വായിച്ചേ, ഗലാത്യർ 3:13, Galatians 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി, മരത്തിൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ എന്തോ ചെയ്തു? വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക്, വെറുതെ അല്ല. ഇന്ന് ന്യായപ്രമാണം എന്നോട് എൻ്റെ വിരോധം ഒന്നും പറയുന്നില്ല. ചിന്തിച്ചേ, നിങ്ങളുടെ അടുത്ത് പോലീസ് വന്നിട്ട് പറയുക നിങ്ങളുടെ വിരോധം ഒരു വാറണ്ട് ഉണ്ട്, ഈ തീയതിക്ക് കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞാൽ പ്രയാസം ഉണ്ടാവുമോ? പറഞ്ഞാട്ടെ, എന്താ വിഷയം? ഒരു വിഷയമുണ്ട്, ഈ തീയതിക്ക് എവിടെ വന്നോണം?
കോടതിയിൽ വന്നോണം. ഉടനെ തന്നെ ഒരു അഡ്വക്കേറ്റിനെ തപ്പി പോകുമോ? കാരണം കോടതിയിൽ ഞാൻ അറിയുന്നില്ലല്ലോ എന്തോ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ആരെ തപ്പി പോവും? എനിക്കൊരു അഡ്വക്കേറ്റ് വേണം. അദ്ദേഹം ചോദിക്കുന്ന പൈസ നമ്മൾ കൊടുക്കണം. കൃപയാൽ ദൈവത്തിൻ്റെ സുപ്രീം കോടതിയിൽ എൻ്റെ വിരോധം ഒരു സമയം, ഒരു വിധി കിടക്കുക. കേസല്ല, എന്തോ കിടക്കുക? വിധി കിടക്കുക. കൃപയാൽ ഒരുവൻ എൻ്റെ സ്ഥാനമെടുത്ത് ആ വിധിക്ക് കീഴ്പ്പെട്ടു. അതുകൊണ്ട് ഞാനിന്ന് രക്ഷപ്പെട്ടതാ. ഉദാഹരണമായി ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഞങ്ങളിപ്പം നാളെ ഇവിടുന്ന് പോകുന്നു. അഥവാ ഞാൻ വണ്ടി ഓടിക്കുക, ഒരു അപകടമുണ്ടായി, ഒരാൾ മരിച്ചുപോയി. ഞാൻ നിങ്ങളെ അറിയിക്കുക, ഡിക്സൺ ബ്രദർ, എൽദോ പാസ്റ്റർ ഫോൺ അയക്കുക, ഇവിടെ ഒരു വലിയ പ്രശ്നത്തിൽ ഞങ്ങൾ അകപ്പെട്ടു, ഒന്ന് സഹായിക്കാം. അത് കേട്ട ഉടനെ നിങ്ങളെല്ലാവരും വന്നു. പോലീസ് വന്നിട്ടില്ല, ആൾ കൂടുന്നുണ്ട്. അവിടെ ഒരു ശവം കിടപ്പുണ്ട്. ഞാൻ അവിടെ നിൽക്കുക, ഞാൻ വിറയ്ക്കുക. എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമോ? നിങ്ങൾ പറയും, പാസ്റ്ററെ വെള്ളം കുടിക്ക്, ചായ കുടിക്ക്, കസേര ഇരിക്ക്. എനിക്ക് കസേരയും വേണ്ട, ചായയും വേണ്ട, വെള്ളവും വേണ്ട. എൻ്റെ നാവ് ഉണങ്ങിയിരിക്കുക. ഞാനൊരു വ്യക്തിയെ എന്തോ ചെയ്താ? കൊന്നതാ. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളിൽ ഒരാൾ പറയുക, പാസ്റ്റർ മാറി നിൽക്ക്, ഞാൻ പാസ്റ്ററുടെ സ്ഥാനം എടുക്കാം. ആരും എടുക്കൂ? ഇല്ലല്ലോ. എന്നാലും ഒരു വ്യക്തി എടുത്തു. ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ എന്തോ ചിന്തിക്കുന്നേ, ഇദ്ദേഹം എന്തിനാ എൻ്റെ സ്ഥാനം എടുത്തേ? ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്. പോലീസ് വന്നു, ആ സഹോദരൻ തന്നെ പറയുന്നത് ഞാൻ ചെയ്തതാ. അദ്ദേഹത്തിൻ്റെ മനസാക്ഷി കുറ്റം വിധിക്കുന്നില്ല, എന്നാലും കുറ്റം സമ്മതിക്കുക. ഞാൻ വണ്ടിയിലിരിക്കുക, ഞാൻ ചിരിക്കുകയല്ല, എനിക്ക് കാപ്പി പോലും വേണ്ട, വെള്ളം പോലും വേണ്ട. ഞാൻ ചിന്തിക്കുന്നത് എന്താ? എൻ്റെ പകരമായി ഈ വ്യക്തി ഈ സ്ഥാനം എന്തിനാ എടുത്തേ? കേസ് നടന്നു, ശിക്ഷാവിധിയായി, മരണശിക്ഷയാ. ഒടുവിൽ മരണശിക്ഷയ്ക്ക് ഒരു വ്യക്തിക്ക് മരണശിക്ഷയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒരു ദിവസം മുമ്പേ പോലീസ് ചോദിക്കും, നിനക്ക് വല്ല ഒടുവിലത്തെ ആഗ്രഹമുണ്ടോ? അതാ നമ്മുടെ ഇവിടുത്തെ രീതി. നിനക്ക് ഒടുവിലത്തെ വല്ല ആഗ്രഹമുണ്ടോ? ചിലർ പറയും ഞങ്ങൾക്ക് ആഹാരം വേണം, ചിലർ പറയും അമ്മയെ കാണണം. സോ ഈ സഹോദരൻ പറയാ, എനിക്ക് എന്നെ കാണണം, പാസ്റ്ററെ കാണണം. ജസ്റ്റ് ചിന്തിച്ചേ, ഞാൻ പോവുക ജയിലിൽ. മുമ്പേ ഈ സഹോദരൻ അവിടെ ഇരിക്കുക, ഞാൻ എന്തോ പറയും? നമ്മൾ ആ കർത്താവിൻ്റെ സന്നിധിയിലാണ് വന്നേക്കുന്നേ. ഞാൻ ഈ സഹോദരനോട് എന്തോ ആയിരിക്കും പറയുന്നത്? നന്ദി പറയാൻ കഴിയുമോ? പറഞ്ഞാട്ടെ, താങ്ക് യു പറയാൻ കഴിയുമോ? നന്ദി പോലും അന്നേരം നന്ദി വാക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ഞാൻ കരയുക. ഇദ്ദേഹം എന്തിനാ സ്വന്തം ജീവൻ എനിക്ക് വേണ്ടി തരുന്നത്? ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഞാൻ മരിക്കേണ്ടതാ, എനിക്ക് ജീവിക്കാൻ ഇനി ഒരു അർഹതയും ഇല്ല. എനിക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ ഒക്കത്തില്ല. ഇദ്ദേഹം എന്തിനാ എനിക്ക് വേണ്ടി? എനിക്കൊരു വാക്ക് പറയാനില്ല. പക്ഷെ ഒരു വാക്ക് മാത്രമാണ് എന്നോട് അദ്ദേഹം പറയുന്നത്. എന്താ? പാസ്റ്ററെ, ഇനി ശ്രദ്ധിച്ച് ഓടിക്കണം. അത്രയും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുക. ഞാൻ അദ്ദേഹത്തെ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. എൻ്റെ മരണം വരെ ആ വ്യക്തിയുടെ മുഖം എനിക്ക് മറക്കാനൊക്കത്തില്ല. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എത്ര ശ്രദ്ധയോടായിരിക്കും ഞാൻ ഓടിക്കുന്നത്. പോകുമ്പോൾ എന്തോ പറഞ്ഞിട്ടാ പോയത്? പാസ്റ്ററെ, ഇനിയും ശ്രദ്ധയോടെ ഓടിച്ചോ. അതുപോലെ തന്നെ എന്നെ ഓർത്തു കൊള്ളണം.
പിന്നെയും തിരുമേശ എന്തിനാ നമ്മുടെ മുമ്പേ? എൻ്റെ മരണത്തെ, എൻ്റെ ജനനമല്ല, ഞാൻ യെരൂശലേമിൽ കഴുതയുടെ പുറത്ത് വന്നത് ആ ദിവസം ഓർക്കാനല്ല പറയുന്നത്. എൻ്റെ ഉയർത്തെഴുന്നേപ്പല്ല, എനിക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെ മരിച്ചപ്പം എൻ്റെ പകരമായി. ഇല്ലേ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഗലാത്യർ 3:13. ഗലേഷ്യൻസ് 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. നമ്മളെ വിലയ്ക്ക് വാങ്ങി. ഇനി അടുത്തത് റോമർ 3:25-26. റോമൻസ് 3:25-26. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. 25 ആദ്യം ഒന്നുകൂടെ വായിച്ചേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, നമുക്ക് പ്രായശ്ചിത്തമാകുവാൻ. പ്രായശ്ചിത്തം പറഞ്ഞാൽ എൻ്റെ പകരമായി, എൻ്റെ സ്ഥാനത്ത്. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക. എൻ്റെ സ്ഥാനം കർത്താവ്. ഇനി ഞാനാ തീരുമാനിക്കുന്നത്. സകല മാനവജാതിയുടെ ക്രിസ്തു ക്രൂശിൽ തൂങ്ങുമ്പോൾ ആദ്യത്തെ ആദാം മുഖാന്തരം മാനവജാതിയിൽ എന്തോ വന്നു? പാപം പ്രവേശിച്ചു. ആ ക്രൂശിൽ തൂങ്ങുന്ന ആ ഒടുവിലത്തെ ആദം സകല മാനവജാതി, കുറച്ചു പേർക്ക് വേണ്ടി അല്ല, സകല മാനവജാതിക്ക് വേണ്ടി കർത്താവ് മനുഷ്യൻ്റെ പകരമായി തന്നെ കൊടുക്കുക. ഇന്ന് എത്ര പേര് അവനിൽ വിശ്വസിക്കുന്നില്ല? ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കൃപയാൽ നമുക്ക് ഈ അവസരം ദൈവം തന്നിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ദിവസം നമുക്ക് കിട്ടിയ ഈ രക്ഷയുടെ വില മനസ്സിലാക്കി ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, യവനക്കാരാണെങ്കിലും നമ്മൾ ഓരോരുത്തരും, ദൈവം എനിക്കൊരു പകൽ തന്നു. എത്ര പേർക്ക് ഒരു ദിവസം പോലും കിട്ടിയില്ല. രാത്രി അവർ ഈ ലോകത്തിൽ നിന്ന് പോയി. ഇന്ന് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ പോകുമ്പോൾ ഓർത്തുകൊള്ളണം, ഈ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വിഷയം ന്യായപ്രമാണം അതിൻ്റെ ശാപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലാതിരിക്കുമ്പോൾ ദൈവം കൃപയുള്ളവനായതുകൊണ്ട് എനിക്കൊരു ജീവൻ തന്നതാ. ഇനി ഞാൻ ജീവിക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിൽ ആർക്കെങ്കിലും, യവനക്കാർക്കെങ്കിലും ഉറപ്പുണ്ട് എന്നെ ദൈവം തൻ്റെ വേലയ്ക്ക് വിളിച്ചതാ, എനിക്ക് എന്നെ തന്നെ സമർപ്പിക്കണം. പഠിത്തം വിടാനല്ല ഞാൻ പറയുന്നത്, എനിക്ക് സമർപ്പിക്കണമെന്ന് പ്രേരണയുണ്ടെങ്കിൽ അവസരം തരുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളിൽ ആരെങ്കിലും ഈ ദിവസങ്ങളിൽ വചനം കേട്ടു ഒരു തീരുമാനത്തിലെത്തി, എനിക്കിനിയും ക്രിസ്തുവിടെ മരണത്തോട് ഏകീഭവിക്കണം. ഹല്ലേലൂയ. എനിക്ക് സ്നാനപ്പെടണം. ഹല്ലേലൂയ. സ്നാനപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ലോകത്തോട് യാത്ര പറയുക. ലോകമേ, ഇതുവരെ ഞാൻ
നിങ്ങൾ നടന്ന പോലെ ഞാനും നടന്നു. ഞാൻ നിങ്ങളിൽ ഒരുവനായിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് കണ്ട് ഞാനും ചെയ്തു. എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു. പക്ഷേ ഈ സത്യം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. എനിക്ക് ദൈവം തന്ന ഈ ജീവൻ എത്ര വിലയുള്ളതാണ് എനിക്ക് മനസ്സിലായി. ഒരു നിത്യത എൻ്റെ മുമ്പേ ഉണ്ട്. ഈ ഭൂമിയിലുള്ളതെല്ലാം താൽക്കാലികമാ. അത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ആകർഷണം തോന്നും. പക്ഷെ ഒന്നും കൂടുതൽ നാൾ നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. ഉദാഹരണമായി ഒരു പുതിയ ഫോൺ മേടിക്കുമ്പോൾ എത്ര സന്തോഷം. 3 വർഷമായപ്പോഴത്തേക്ക്, 4 ആയപ്പോഴത്തേക്ക്, 1 വർഷമായപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് മടുത്തു. പുതിയ ഫോൺ വേണം. തുണി മേടിച്ചപ്പം, ആദ്യമായിട്ട് അതിട്ടപ്പം വലിയ സന്തോഷമായിരുന്നു. ആ തുണി ഇപ്പൊ 6 മാസമായി, ഇടാൻ മനസ്സില്ല, പഴയതായി. പുതിയ വീടുണ്ടാക്കി, ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് ദിവസം ആയപ്പോഴത്തേക്ക് നമുക്കതിൽ തൃപ്തിയില്ല. ഇതാ ലോകം നമുക്ക് തരുന്നത്. നമ്മളെ തൃപ്തിപ്പെടുത്തത്തില്ല. പക്ഷെ ദൈവം നമുക്ക് തരുന്ന ആ സന്തോഷവും സമാധാനവും നിത്യജീവനും നമ്മൾ മടുക്കത്തില്ല. ക്രിസ്തുയുടെ അടുത്ത് വന്നവൻ പിന്നെ വേറെ എങ്ങും പോകുകയില്ല. അവൻ്റെ മരണം വരെ അവൻ എങ്ങും പോകുകയില്ല. എന്താ? എൻ്റെ ആത്മാവിന് ആ സന്തോഷം, ആ ആശ്വാസം, ആ തൃപ്തി ഞാൻ ഇതുവരെ കൊതിച്ചുകൊണ്ടിരുന്നത്, ആ സമാധാനം എനിക്ക് കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ ലോകത്തോട് യാത്ര പറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി തൻ്റെ വിശ്വാസത്തെ സ്വർഗവും സാത്താനും ലോകത്തിൻ്റെ മുമ്പേ അറിയിച്ചിട്ട് വെള്ളത്തിൻ്റെ അകത്ത് പോകുന്നത്. വെള്ളത്തിൻ്റെ അകത്ത് പോയി പറയുന്നത്, ഞാൻ ക്രിസ്തുയുടെ മരണത്തോട് ഞാൻ ഏകീഭവിച്ചു. ജലത്തിൻ്റെ അകത്താ ഞാൻ പോയത്. ക്രിസ്തുവിനെ കല്ലറയിൽ വെച്ച പോലെ തന്നെ ഞാനും അടക്കപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് യോഗം കഴിഞ്ഞ് നമ്മുടെ ഒരു സഹോദരനുണ്ട്, സ്നാനത്തിന് വേണ്ടി പോകും. പഴയ വ്യക്തിയെ അടക്കുവാൻ നമ്മൾ പോകും. തിരിച്ചു വരുമ്പോൾ ആ പഴയ വ്യക്തിയല്ല, ക്രിസ്തുവിനെ ധരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പാപത്തിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി അല്ല നമ്മൾ ആ വെള്ളത്തിൽ മുങ്ങുന്നത്. എൻ്റെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു, എന്നെ പുതിയ സൃഷ്ടിയാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ യേശുക്ക് തൻ്റെ ജീവൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിർബന്ധിക്കുന്നില്ല, നിർബന്ധമല്ല. നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാം. പക്ഷെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്, എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. തന്നെ താനെ സമർപ്പിക്കാം.
ദൈവമേ, ഈ സത്യം വെളിപ്പെടുത്തി തന്നേനായി സ്തോത്രം. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ഒരു പാപിയ. നീ എൻ്റെ പകരമായി തൻ്റെ ജീവനെ അർപ്പിച്ചു. എന്നെ നീതീകരിക്കാൻ നീ വില കൊടുത്തേനായി സ്തോത്രം. ഞാൻ നിന്നെ എൻ്റെ കർത്താവും രക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചവരുണ്ട്, സ്നാനപ്പെട്ടവരുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നീ കാണിച്ചു തന്ന മാതൃക പ്രകാരം എനിക്ക് ജീവിക്കണം. ഹല്ലേലൂയ. ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിന്റെ ആത്മാവ് എന്നെ പൂർണ്ണ നിയന്ത്രണം എടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. വാ തുറന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വാ തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. വേറെ ഒരു ട്രിക്കും ചെയ്യല്ലേ. ദൈവമേ, കർത്താവേ, പൂർണ്ണ നിയന്ത്രണം നീ എടുക്കണമേ. നിന്റെ ഹിതത്തിനായി ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. നീ വാഗ്ദാനം തന്നിട്ടുണ്ട്, യാചിച്ചാൽ, അന്വേഷിച്ചാൽ, മുട്ടിയാൽ അവൻ തുറക്കും. അന്വേഷിച്ചാൽ കണ്ടെത്തും, യാചിച്ചാൽ പ്രാപിക്കും. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. കുറച്ചു നേരം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കൈ കൊട്ടാൻ മനസ്സുണ്ടെങ്കിൽ കൈ കൊട്ടാം. പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങളിൽ ആരെങ്കിലും, ഞാൻ ഇതുവരെ എനിക്ക് ദൈവം തൻ്റെ വേലയ്ക്ക് വിളിച്ചെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഇതുവരെ സമർപ്പിച്ചിട്ടില്ല, ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനത്തെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങൾ ആരും കണ്ണ് തുറക്കുന്നില്ല. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റിൽ നിൽക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, എനിക്ക് ഉറപ്പുണ്ട് ദൈവം തൻ്റെ വേലയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ അകത്താ ആ തോന്നലുണ്ട്, അതെനിക്ക് സ്പഷ്ടമാ. എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്താൽ മതി. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിർബന്ധമല്ല, ഞങ്ങൾ പറയുന്നതുകൊണ്ട് ആരും ചെയ്യല്ലേ. യവനക്കാരായിക്കോട്ടെ, ആരായിരുന്നാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എത്ര ജനം സത്യമറിയാതെ നാശത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. സുഭാഷ് ചന്ദ്രബോസ് ഒരു പ്രാവശ്യം പറഞ്ഞ ഒരു വിഷയമുണ്ട്. നിങ്ങൾ എനിക്ക് രക്തം തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആ വാക്കുകൾ കേട്ട്
എത്ര യവനക്കാരാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുവാൻ വേണ്ടി മുന്നോട്ട് വന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഇന്ന് റിപ്പബ്ലിക് ഡേ. ഇത് കിട്ടാൻ നമ്മൾ ഒരു വിലയും കൊടുത്തില്ല. പക്ഷെ എത്ര യവനക്കാര് അവരുടെ ജീവനെ അർപ്പിച്ചതാ അവരുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ സത്യം അറിഞ്ഞിട്ടുണ്ട്. എത്ര പേര് ഇരുട്ടിൽ കിടക്കുന്നു, അവരും ഈ സത്യം അറിയണം. അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ തീരുമാനത്തോട് ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. ഇത്രയും ജനമുണ്ട് കർത്താവേ. 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. 1 കോടിയുടെ കീഴെ ഇത്ര വലിയ രാജ്യം. മഹാകുംഭം നടക്കുന്നു. മനുഷ്യൻ സത്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ രാജ്യത്തെക്കുറിച്ചുള്ള ഭാരം നേടണമേ കർത്താവേ. ഞങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവരായിട്ടല്ല, ഞങ്ങളുടെ കേരളയ്ക്ക് വേണ്ടിയുള്ള ഭാരം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെ കുറിച്ചുള്ള ഭാരം നിറയ്ക്കണമേ കർത്താവേ. കണ്ണുനീരൊഴുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ വരവടുത്തു. ഈ ദിവസങ്ങളിൽ നീ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് നീ അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ എത്ര വചനം പഠിച്ചു. വചനം എടുത്തോണ്ട് മറ്റോടെ അടുത്ത് പോകുവാൻ, നിന്റെ ഹിതം മനസ്സിലാക്കി, നിന്റെ വിളിയുടെ ഗൗരവം മനസ്സിലാക്കി ഇറങ്ങിത്തിരിക്കുവാൻ നീ സഹായിക്കണമേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.